അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. എല്ലാവരോടും ഈദ് മുബാറക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുസ്ദലിഫയിൽ നിന്നും ഹാജിമാർ ജംറയിലേക്ക് പോയിട്ട് കല്ലെറിഞ്ഞ് അതിനുശേഷം ഹറമിലേക്ക് പോയിട്ട് ഹറമിലെ കാഴ്ചകളും അവിടെ തവാഫ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണാം. എന്തായാലും ഇതിനകം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാ ദിവസവും ഓരോ വീഡിയോസും ഹാജിമാരുടെ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ തന്നതുകൊണ്ട് ഈ ഒരു വീഡിയോയും കൂടെ അതിൻ്റെ കൂടെ ഞാൻ വെക്കുകയാണ്. എന്തായാലും നിങ്ങൾ പെരുന്നാളിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും യാതൊരു സന്തോഷം. നിങ്ങൾ നോക്ക്, ഈ ഒരു വലിയ ജംറ കണ്ടോ? ഈ ഒരു ജംറയാണ് ജംറത്തുൽ അഖബ. നമുക്കറിയാം 3 ജംറകളാണ്: ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ. ജംറത്തുൽ അഖബ എന്ന് പറയുന്ന വലിയ ജംറയാണ്. ആദ്യത്തെ ദുൽഹജ്ജ് 10 കല്ലേറ് നടക്കുന്നത് ഈ ഒരു ജംറത്തുൽ അഖബയിലാണ്. لبيك اللهم لبيك لبيك لا شريك لك لبيك. ഇപ്പം നിങ്ങൾ നോക്ക്, ഈ ഒരു ഹാജിമാരൊക്കെ ഇറങ്ങി വരുന്നത് ജംറയിൽ നിന്നാണ്. ജംറയിൽ കല്ലെറിഞ്ഞതിന് ശേഷം ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞിട്ട് ഹാജിമാർ ആ ഒരു പാലത്തിലൂടെ താഴോട്ട് ഇറങ്ങി വരുന്നത് നേരെ പോകുന്നത് ഹറമിലേക്ക് തവാഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ മുകളിൽ കണ്ടൊരു പാലം കണ്ടോ? ആ ഒരു പാലം ജംറയിലേക്കുള്ള മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷൻ്റെ അവസാന ഭാഗമാണ്. കാരണം ജംറയിലാണ് സ്റ്റേഷൻ അവസാനിക്കുന്നത്. ഹറമിലേക്ക് എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ നോക്ക് നിങ്ങൾ. പള്ളിയുടെ മുറ്റത്ത് ഒരുപാട് തിരക്ക്, സാധാരണത്തേനേക്കാളും കൂടുതൽ തിരക്കാണ് ഹജ്ജിൻ്റെ സമയത്ത് ഉണ്ടാകാറുള്ളത്. അതും പ്രത്യേകിച്ച് ഈ ഒരു ആദ്യത്തെ കല്ലേറ് കഴിഞ്ഞ ദിവസം നല്ല തിരക്കായിരിക്കും. ഹറമിൽ തവാഫ് ചെയ്യുന്നതൊക്കെ കാണാൻ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മാഷാ അല്ലാഹ്, ഒരുപാട് തിങ്ങി നിറഞ്ഞിങ്ങനെ ആ ഒരു തവാഫ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമായിരിക്കും. ഇഹ്റാമിൽ തന്നെ ആയിരിക്കും ഹാജിമാരുണ്ടാവുക. തവാഫ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മുടിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ബലി അർപ്പിച്ചതിന് ശേഷമാണ് തഹല്ലുലാകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കുക നിങ്ങൾ, ഹറമിൻ്റെ മുറ്റത്തുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 160ഓളം വരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഹാജിമാർ ഇവിടെ എത്തിയതിന് ശേഷം, ലക്ഷക്കണക്കിന് ഹാജിമാർ ഇവിടെ എത്തിയതിന് ശേഷം മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഭവനത്തിൽ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. അവിടെ നമ്മൾ പാവപ്പെട്ടവരോ പണക്കാരനോ ഒന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്. അതങ്ങനെയല്ലേ? എല്ലാവരും മനുഷ്യരെ പോലെയാണ് അള്ളാഹു താല കാണുന്നത്. അവിടെ പാവപ്പെട്ടവനായിട്ടും പണക്കാരനായിട്ടും ഒരു വേർതിരിവ് അള്ളാഹുവിൻ്റെ മുമ്പിലില്ല. അതൊക്കെ വേർതിരിവൊക്കെ കാണിക്കുന്നത് മനുഷ്യന്മാരുടെ ഇടയിലാണ്. ഇങ്ങനെ ഹറമിൻ്റെ മുറ്റത്താണുള്ളത്. നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും, 2 മിനാരങ്ങളായിട്ട് കാണാൻ പറ്റും. അത് ഹറമിൻ്റെ ഒരു പള്ളിയുടെ ഒരു ഭാഗമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ബിൽഡിങ്ങുകൾ കണ്ടോ? ഇതിലൊരു മഞ്ഞ കളറുള്ള ഒരു പ്രത്യേകതരം ഡിസൈനുകളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങാണ് മക്ക ടവർ എന്ന് പറയും. ശരീക്കത്തിൽ മക്ക എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അത് ക്ലോക്ക് ടവറിനൊക്കെ മുമ്പുള്ളൊരു ടവറാണ്, പഴയ ടവറാണ്. എന്തായാലും ഇതാണ് പണ്ടത്തെ ആ ഒരു ബിൽഡിങ്. നല്ല രസമുണ്ട് കാണാൻ. ബാക്കിയുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള ബിൽഡിങ്ങിനൊക്കെ എത്രയോ ഭംഗിയാണ് പഴയ ബിൽഡിങ് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഒരു ഉച്ച സമയത്ത് തിരക്കുകൾ വളരെ കുറവാണ്, കാരണം ചൂടിൻ്റെ കടുപ്പം കൊണ്ടായിരിക്കും. എന്തായാലും ആദ്യത്തെ കല്ലേറ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എന്താ പറയുക, തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാജിമാർ എത്തേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് കൂടുതലും തവാഫിന് തിരക്കുണ്ടാകാറുണ്ടാകുന്നത് രാത്രിയിലെ സമയത്താണ്. കാരണം ചൂടൊന്നും ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും കൂടുതൽ തവാഫ്. കാരണം അത്രയും ക്ഷീണിതരായിരിക്കും. മിനയിൽ നിന്നും അറഫയിലേക്ക് പോയിട്ട് അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക് വന്ന് മുസ്ദലിഫയിൽ നിന്ന് ജംറയിലേക്ക് പോയിട്ട് ജംറയിൽ നിന്ന് നടന്നിട്ട് വേണം ഹാജിമാർക്ക് മക്കയിൽ ഹറമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരുപാട് വയ്യായിക ഉണ്ടാവും. ഇതൊക്കെ ത്യാഗം എന്നുള്ള രീതിയിൽ കണ്ട് നമ്മളതൊക്കെ മനസ്സിലാക്കി അത് മുമ്പോട്ട് പോയിട്ടാണ് നമ്മൾ നേരെ ഹറമിലേക്ക് ചെന്നെത്തുന്നത്. അപ്പോൾ ഒരുപാട് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഈ ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും എത്താൻ ശ്രമിക്കുന്നത് രാത്രിയിലേക്കായിരിക്കും. മഗ്‌രിബിന് ഒരു വൈകുന്നേര സമയത്തോടു കൂടി എത്താനായിരിക്കും, ചൂടിൻ്റെ കടുപ്പം കുറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പള്ളിയുടെ മുകൾ ഭാഗത്തുള്ള ആ ഒരു കാഴ്ച കണ്ട് നമ്മൾ സാധാരണയായിട്ട് പള്ളിയുടെ ഉൾഭാഗമൊക്കെയാണ് കാണാറുള്ളത്. മുകൾ ഭാഗത്ത് കാണാനുള്ള ഒരു കുബ്ബ പോലെയുള്ള 3 കുബ്ബകളൊക്കെ കാണാൻ പറ്റും ഇവിടെ. അതുപോലെ തന്നെ കാരണം താഴെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആളുകൾ മുകളിലേക്കാണ് വരിക. അപ്പോഴേ മുകളിലത്തെ കാഴ്ചകൾ കാണുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും ഇപ്പോൾ ഹജ്ജിൻ്റെ സമയമായതുകൊണ്ട് ഹജ്ജിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, ഒരുപാട് ഉപകാരപ്പെട്ടും. ചെയ്യുന്ന വീഡിയോസിൽ എന്താ പറയുക, നിങ്ങളും ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ആ കാഴ്ചകൾ കണ്ട് നടന്നു പോകുന്നവരൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷം കേട്ടോ. ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ട് എന്താ പറയുക, അത് നിങ്ങൾ
നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫീല് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. കൂടുതൽ വീഡിയോസ് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കാണുക. ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആ ഓരോ ചരിത്രങ്ങൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഓരോ ചരിത്രങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുവന്ന് തരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ഒരു ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഹാജിമാരൊക്കെ പോയാലും നമ്മളൊന്നും ഒറ്റപ്പെടുത്താതെ വീണ്ടും വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം നിങ്ങളിലേക്ക് ഈ ഒരു കാഴ്ചകളിലേക്ക് എത്തിച്ചു തന്ന ഈ ഒരു ചാനലിനെ കൈവിടരുത്. പിന്നെ അത് ഞാനിതിൻ്റെ കൂടെ ഞാൻ വെറുതെ പറഞ്ഞതല്ലോ കേട്ടോ. എന്തായാലും നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഹറമിൻ്റെ ആ ഒരു കാഴ്ചകളിലേക്ക് കണ്ടിങ്ങനെ പോവുകയാണല്ലേ. മാഷാ അല്ലാഹ്, ഒരുപാട് ഹാജിമാർ ഇഹ്റാമിൽ ഇങ്ങനെ നടന്ന് പോകണ കാണാൻ നല്ല രസമാണ്. എന്തായാലും ഹറമിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തവാഫ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ തീരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഹാജിമാരൊക്കെ വരാനാവുമ്പോൾ നമുക്ക് കാണണം. കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പേരൻസ് ഇന്ന ബിൽഡിങ്ങിൽ ഇന്ന റൂമുകളിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവരൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ പോയി കാണുമോ അല്ലെങ്കിൽ വീഡിയോയിലൊന്ന് കാണിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത സന്തോഷം. അവരെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും പോയി കാണും. ഹാജിമാരൊക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ, താമസ സ്ഥലത്തേക്ക് എത്തട്ടെ. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അപ്പോൾ ഹജ്ജിൻ്റെ ഡ്യൂട്ടി എനിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഹാജിമാർ പോകുന്നതിന് മുമ്പായിട്ട് അവരെ പോയി കാണാം. ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അവരെ കാണാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ്. എന്തായാലും ഇപ്പോൾ ഇത് കണ്ടോ, ഒരു പച്ച കളർ ലൈറ്റ് കണ്ടോ. ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹറമിൻ്റെ പള്ളീൻ്റെ ഉള്ളിലൊക്കെ കാണാനുണ്ട്. ആ ഒരു പച്ച കളർ ലൈറ്റൊക്കെ എന്താ പറയുക സൈ ചെയ്യുന്ന സമയത്ത് ഹാജിമാർ ഓടുന്ന സ്ഥലമാണ്. മുമ്പ് ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ, ഒരു കഅബയുടെ ആ ഒരു കാഴ്ച നല്ല മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഹാജിമാർ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അവിടെ ആ ഒരു കാഴ്ചയാണ് കാണുന്നുണ്ട്. നല്ല ഈ ഒരു പള്ളിയുടെ എല്ലാ ഭാഗങ്ങളിലും ഹാജിമാർ നിറഞ്ഞിട്ടുണ്ട്. തവാഫ് ചെയ്യുന്ന അങ്ങനെ ദൂരെയുള്ള വ്യൂ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ആ ഒരു കഅബയുടെ ചുറ്റിലും ഇങ്ങനെ ഹാജിമാരിങ്ങനെ തവാഫ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റട്ടെ, ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാൻ കഴിയട്ടെ. നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.